ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ 6ാമത്തെ ദിവസത്തെ വെയിറ്റ് ലോസ് ചാലഞ്ചാണ്. ഇന്ന് രാവിലെ ഇതുപോലത്തെ ഒരു നല്ലൊരു കാഴ്ച കണ്ടിട്ടാണ് ഞാൻ എണീറ്റത് കേട്ടോ. നല്ല ഫോഗൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ കഴിച്ചു എന്ന് നോക്കാം. ഫാസ്റ്റിംഗ് ഞാൻ ബ്രേക്ക് ചെയ്തത് ചൂടുവെള്ളം വെച്ചിട്ടാണ്. പിന്നെ 12:30 അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് 2 ചപ്പാത്തിയും ബ്രോക്കോളി, മഷ്റൂം, ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് ബട്ടറിൽ സോട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് വേവിച്ചതിന് ശേഷം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മുട്ട ചിക്കിയതാണ്. ഇനി നമുക്ക് സ്നാക്ക് ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് നട്ട്സും ഗ്രീൻ ടീ തന്നെയാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4:30 ആയി. നല്ല തണുപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഗ്രീൻ ടീ തന്നെ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. എനിക്ക് എന്തോ ഗ്രീൻ ടീ തണുപ്പത്ത് കുടിക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടം. ഇനി നമുക്ക് ഡിന്നറിന് കാണാം. ബൈ ബൈ. ഹലോ, ഇന്ന് നമ്മുടെ ഡിന്നർ ടൈം ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് എടുത്തിട്ടുള്ളത് 2 ചപ്പാത്തിയും കുറച്ച് മഷ്റൂം കറിയാണ്. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഈറ്റിംഗ് വിൻഡോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി നാളെ 7ാമത്തെ ദിവസമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ റെസ്റ്റ് ഡേ ആണ്. ആ റെസ്റ്റ് ഡേയിൽ ഞാൻ എന്തൊക്കെ കഴിച്ചു, ഞാൻ എങ്ങനെ റെസ്റ്റ് ഡേ എടുത്തു, എൻ്റെ ഇത്രയും ദിവസത്തെ വെയിറ്റൊക്കെ എങ്ങനെ പോയി എന്നെല്ലാം ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഫുഡ് കഴിച്ചു. അതുപോലെ തന്നെ റെസ്റ്റ് എടുത്തു. ഇപ്പം ഇന്ന് ജിമ്മിലില്ലാത്തത് കൊണ്ട് കുറച്ച് റെസ്റ്റും പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യുക. അതെ, ഇന്നെൻ്റെ വെയിറ്റ് ലോസ് ജേണിയുടെ 6ാമത്തെ ദിവസമായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ കുറച്ച് ബിസി കാര്യങ്ങളായിരുന്നു. ഞാൻ കാണിച്ചു തന്നില്ലേ, നല്ല ഫോഗും നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് രാവിലെ തന്നെ നല്ല രീതിയിൽ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ 6ാമത്തെ ദിവസം നല്ല രീതിയിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തതായാലും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റിയില്ല. ജിമ്മ് ലീവായിരുന്നു. ഇന്നും നാളെയും എനിക്ക് ജിമ്മില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ഡേ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ 6ഉം 7ഉം എനിക്ക് ജിമ്മില്ല. ഞാൻ ഇനി 8th ഡേ തൊട്ടേ ജിമ്മിൽ പോകാൻ പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും നല്ല രീതിയിൽ വർക്കൗട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഇപ്പം എൻ്റെ ഇവിടുത്തെ അവസ്ഥ തന്നെ കണ്ടില്ലേ, നല്ല തണുപ്പാണ്. എന്നിട്ട് ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഡയറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് ഈ സമയത്താണ് കൂടുതൽ ക്രേവിങ്സ്, കാര്യം ചൂടുള്ള ഭക്ഷണങ്ങൾ വറുത്തതൊക്കെ കഴിക്കാനൊരു ടെൻഡൻസി തോന്നുന്ന സമയമാണ്. എങ്കിലും നമ്മളെ ഡയറ്റാണ് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് കരുതിയിട്ട് മാത്രം ഞാൻ കൺട്രോൾ ചെയ്തിങ്ങനെ കൊണ്ടുപോവുകയാണ്. അതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോവുക. പിന്നെ ഒരു കാര്യം കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഒരു ദിവസം മൊത്തം ചേർത്തിട്ട് ഒരു 10,000 സ്റ്റെപ്പ് നടക്കാമെന്ന് മാക്സിമം നോക്കട്ടെ. എല്ലാം കൂടി ചേർത്തിട്ട് ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ പോവുക, അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ദിവസം മൊത്തത്തിൽ ഒരു 10,000 സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ വെയിറ്റ് ലോസ് പോവും. എന്നുവെച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതാണ് കേട്ടോ പോകുന്നത് ഉദ്ദേശിച്ചത്. പിന്നെ എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ എംപ്റ്റി സ്റ്റൊമക്കിൽ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല എന്നൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. ശരിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഹെവി വർക്കൗട്ട് അല്ല ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് വാക്കിംഗ് പോലുള്ള ഒരു 2 വർക്കൗട്ട്, മീൻസ് ത്രെഡ്മില്ലിലും പിന്നെ സൈക്ലിങ്ങിലും അങ്ങനെ ഒരു 2 വർക്കൗട്ട്, പിന്നെ ആപ്സിന് ഒരു കുറച്ച് വർക്കൗട്ട്, അങ്ങനെയാണ് ഞാൻ ലൈറ്റായിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ള ഹെവി പോലെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് അത്രയ്ക്ക് ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നുമില്ല. ഓക്കെ, ഞാൻ എംപ്റ്റി സ്റ്റൊമക്കിലാണ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യം ഓൾറെഡി ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ വർക്കൗട്ട് ചെയ്യാതിരിക്കുക. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും എംപ്റ്റി സ്റ്റൊമക്കിൽ വർക്കൗട്ട് ചെയ്യാതിരിക്കുക. അതർവൈസ് സേഫാണ്. എനിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്, അത് 0 കാലറിയാണ്. ഗ്രീൻ ടീ എടുക്കുന്നുണ്ട്, ബ്ലാക്ക് കോഫി കുടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കുടിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ റോബസ്റ്റ പഴമാണോ കഴിക്കുന്നത്? അതെ, ഞാൻ റോബസ്റ്റ പഴമാണ് കഴിക്കുന്നത്. ഇവിടെ അതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ പിന്നെ റോബസ്റ്റയാണ് നല്ലത്. അധികം പഴുത്ത് പോവാത്ത രീതിയിലുള്ള റോബസ്റ്റ പഴം എടുക്കുക. അപ്പോൾ അതാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ 6ാമത്തെ ദിവസം ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച പെട്ടെന്ന് തന്നെ പോയി. ഇനി നാളെ 7ാമത്തെ ദിവസമാണ്. 7ാമത്തെ ദിവസം എന്ന് വെച്ചാൽ പക്ക എനിക്ക് റെസ്റ്റ് ഡേ ഉള്ള ദിവസമാണ്. അപ്പോൾ റെസ്റ്റ് ഡേയിൽ ഇത്രയും ആഴ്ചത്തെ വെയിറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ കാണിക്കാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ ആവട്ടെ
എനിക്ക് എൻ്റെ വെയിറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ദിവസം. അപ്പോൾ എല്ലാവരും സ്ട്രോങ് ആയിട്ട് നന്നായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അതുപോലെ നാളെ നമുക്ക് 7ാമത്തെ ദിവസം കാണാം. ബൈ ബൈ.